जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुधपदकमलं श्रीगुरुन् वैष्णवांश्च श्रीरूपं साग्रजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पदे गोपेशा गोपिका कान्दा राधा कान्दा नमोऽस्तु ते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീലയിലെ 6-ാമത്തെ അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്. 6-ാമത്തെ അധ്യായത്തിലെ 16-ാമത്തെ ശ്ലോകം മുതൽ നമ്മളിന്ന് വായിക്കുന്നു. ആപാന് ആപനെ പുരുഷ വിശ്വേര നിമിത്ത കാരണ അദ്വൈത രൂപേ ഉപാദാനാൻ ഹായ നാരായണ. हरे कृष्णा। ओ नमो भगवते वासुदेवाय। आपने पुरुष विश्वेर निमित्त कारण अद्वैत रूपे उपादान हन नारायण। हरे कृष्ण. ഹരേ കൃഷ്ണ. വിവർത്തനം വായിക്കട്ടെ പ്രഭു. യെസ്. വിവർത്തനം. ശ്രീല പ്രഭാതിക്ക് ജയ. സാക്ഷാൽ വിഷ്ണു ഭഗവാൻ ഭൗതിക ലോകത്തിന്റെ നിമിത്ത കാരണവും നാരായണൻ ശ്രീ അദ്വൈതന്റെ രൂപത്തിൽ ഉപദാന കാരണവുമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നു ശ്രീ അദ്വൈതാചാര്യ. അപ്പോൾ എന്ത് കാര്യം നടക്കണമെങ്കിലും അതിന് ഒരു നിമിത്തവും വേണം, നിമിത്ത കാരണവും വേണം, ഉപദാനവും. ഉപദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, ഇവിടെ അതല്ല പറയുന്നത്, കോസ് ആൻഡ് എഫക്റ്റ് അല്ല. ഇവിടെ നിമിത്ത കാരണം ഉപദാന കാരണം. അത് നിമിത്ത കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിത്ത് അല്ലെങ്കിൽ മെയിനായിട്ടുള്ള ആ ഒരു കാരണം. ഉപദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭൗതികമായിട്ടുള്ള
ഭൗതിക ലോകത്തിലെ ക്രിയേഷൻ അല്ലെങ്കിൽ സൃഷ്ടികൾക്ക് ഒരു ഉപദാന കാരണവും ഉണ്ടാവും. അപ്പോൾ നിമിത്ത കാരണം ശ്രീ വിഷ്ണു ആണെന്ന് പറയുന്നു. അതേപോലെ ഉപദാന കാരണമാണ് ആര്? അദ്വൈതാചാര്യ. ഉപാദാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്നുള്ളത് നമ്മൾ മുന്നോട്ട് കൂടുതൽ പറയുന്നുണ്ട്. നിമിത്താംശേ കരേത്തെ ഹോ മായാത്തെ ഈക്ഷണ ഉപാദാന അദ്വൈത കരേന ബ്രഹ്മാണ്ഡ സൃജന. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. ശ്ലോകം 17. നിമിത്താംശേ കാര്യേന്തേൻഹോ മായാദേ ഈക്ഷണ ഉപാദാന അദ്വൈത കാരേന ബ്രഹ്മാണ്ഡ സൃജന. വിവർത്തനം. വിഷ്ണു ഭഗവാൻ നിമിത്ത കാരണമെന്ന തന്നെ ഭാവത്തിൽ ഭൗതിക ശക്തിക്ക് മേൽ കടാക്ഷിക്കുകയും ശ്രീ അദ്വൈതൻ ഉപാദാന കാരണമെന്ന നിലയിൽ ഭൗതിക ലോകത്തെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ വിഷ്ണുവിനെ കാരണം ദിവസമായി വിഷ്ണുവിൻ്റെ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിലൂടെയാണ്, നമുക്കറിയാം ദൃഷ്ടി ഒരു കാരണമാണ് അല്ലേ. അതായത് ദൃഷ്ടിയിലൂടെയാണ് ജീവാത്മാക്കളും ബാക്കിയെല്ലാം അല്ലെങ്കിൽ ബാക്കി മൂലകങ്ങളെല്ലാം സൃഷ്ടിക്കുന്നത്. ഇവിടെ പറയുന്നത് ശ്രീ അദ്വൈതാചാര്യ അദ്ദേഹം ഉപാദാന കാരണം ആയതുകൊണ്ട്, ഉപാദാന കാരണം അദ്ദേഹം ബാക്കിയുള്ള ക്രിയേഷൻ അദ്ദേഹം ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചിന്തിക്കും എന്താണ് വ്യത്യാസം ഇവർ രണ്ടുപേരും തമ്മിൽ എന്താ വ്യത്യാസം എന്നുള്ളത്. കാര്യം നമ്മൾ പറഞ്ഞു മഹാവിഷ്ണുവിൻ്റെ അംശമാണെന്ന്. അപ്പോൾ മഹാവിഷ്ണു സൃഷ്ടി ചെയ്യുന്നു, അംശമായിട്ടുള്ള അദ്വൈതാചാര്യ. ആക്ച്വലി ഇതെല്ലാം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫിലോസഫി അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഹൈറാർക്കി അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സൃഷ്ടിയുടെ ആ ഒരു ഡിസ്കഷനിൽ നമ്മൾ അദ്വൈതാചാര്യയെക്കുറിച്ച് അങ്ങനെ ശ്രീ അദ്വൈത എന്ന് എടുത്ത് പറയുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം ഇത് എന്തിനാണ് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് വെച്ചാൽ അദ്വൈതാചാര്യ മഹാവിഷ്ണുവിൻ്റെ അംശമാണ് എന്നുള്ളത് തെളിയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം മൂലകങ്ങളെ സൃഷ്ടിക്കണം, അതിനുശേഷം ബാക്കി ഇതിനെ ആക്ടിവേറ്റ് ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. സൃഷ്ടിയുടെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ വിഷ്ണു ചെയ്യുന്നു, വിഷ്ണുവിൻ്റെ കൂട്ടത്തിൽ വിഷ്ണുവിൻ്റെ വിസ്തരണമായിട്ടുള്ള അദ്വൈത ചെയ്യുന്നു എന്ന് പറയുന്നത് രണ്ടും തമ്മിൽ വ്യത്യാസം നമ്മൾ കാണേണ്ട ആവശ്യമില്ല. എന്നാൽ അതിനപ്പുറത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ബ്രഹ്മാവിൻ്റെ സൃഷ്ടി അത് പറയുന്നത് സെക്കൻഡറി ക്രിയേഷൻ, അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് വരുന്ന കാര്യമാണ്. കാര്യം ശ്രീ അദ്വൈത അദ്ദേഹം വിഷ്ണു തത്വമാണ്. അപ്പോൾ ഭൗതിക ലോകം സൃഷ്ടിക്കുന്നതും ഭൗതിക പ്രകൃതിക്ക് വേണ്ട എല്ലാ മൂലകങ്ങളും സൃഷ്ടിക്കുന്നതും ഭഗവാനാണ്. അപ്പോൾ ഇവിടെ അത് രണ്ട് വ്യക്തികൾ എന്നുള്ള രീതിയിൽ പറയുന്നു, പക്ഷെ രണ്ട് വ്യക്തിയും ഒന്ന് തന്നെയാണ്. അത് മനസ്സിലാക്കണം, അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ആദ്യം ഒരാൾ അതിൻ്റെ മൂലകങ്ങൾ സൃഷ്ടിക്കുന്നു, മൂലകങ്ങളും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി പതിയുമ്പോൾ അതിനെല്ലാം ആക്ടിവേറ്റ് ചെയ്യുന്നു. പിന്നെ ഈ ലോകത്തിൻ്റെ അല്ലെങ്കിൽ സൃഷ്ടിയും നടക്കുന്നു. അപ്പോൾ ഇത് രണ്ടും ചെയ്യുന്നത് വിഷ്ണു തന്നെ. ഒന്ന് വിഷ്ണു നേരിട്ടും ഒന്ന് ശ്രീ അദ്വൈത അദ്ദേഹത്തിൻ്റെ എക്സ്പാൻഷനായിട്ടും എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പഠിച്ചതിൽ വിഷ്ണു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ചിന്തിക്കേണ്ട, കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. ശ്രീ അദ്വൈത വിഷ്ണു ആണ് എന്നുള്ളത് കാണിക്കുകയാണ് ഈ ശ്ലോകങ്ങളിലൂടെ. അപ്പോൾ അതാണ് നമ്മൾ അങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ പ്രഭുജി. ഹരേ കൃഷ്ണ. അപ്പൊ ഇത് രണ്ടും സർഗ എന്നുള്ളതാണ് വരുന്നത്. അതെ. ഇനി ബ്രഹ്മാവിന്റെ വരുമ്പോഴാണ് നമ്മൾ വിസർഗ എന്നുള്ള ലെവലിലേക്ക് വരുന്നത് അല്ലേ? അതെ. അടുത്ത സെക്ഷൻ സെക്കൻഡറി ക്രിയേഷൻ എന്ന് പറയുന്നത്. അതെ. നമ്മൾ 10 കാര്യങ്ങൾ പറഞ്ഞതിൽ സർഗ വിസർഗ അങ്ങനെ വരണ്ടല്ലോ. അതിലിപ്പോ ഇത് രണ്ടെന്ന് പറഞ്ഞത് സർഗ എന്നുള്ള ഒരു സെക്ഷനിൽ വരുന്നതാണ്. പ്രൈമറി എന്നുള്ളതിൽ വരുന്നതാണ് അല്ലേ? ഇപ്പോ അദ്വൈതാചാര്യ വരയ്ക്കും. അതായത് ഇപ്പോ ആ പേരുകൾ മാറുന്നുണ്ടെങ്കിലും ആ ഫസ്റ്റ് ക്രിയേഷൻ എന്നുള്ള ലെവലിലാണ് ഇത് രണ്ടും ഉള്ളത്. അതാണ് പറഞ്ഞത്. ഓക്കെ, മുന്നോട്ട് പോലോ. ഓക്കെ പ്രഭു, താങ്ക് യു. यद्यपि सांख्य माने प्रधान कारण जड़ है इते कबू न है जगत सृजन.
ഹരേ കൃഷ്ണ പ്രഭു. യദ്യപി സാഖ്യമാനേ പ്രധാന കാരണ ജഡഃ ഇതി കപുനഃ ജഗത്സൃജന. വിവർത്തനം ബൈ ശ്രീ വെങ്കടേ സഭ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. സാങ്കേർ തത്വശാസ്ത്രം ഭൗതിക മൂലകങ്ങളെയാണ് കാരണമായി സ്വീകരിക്കുന്നതെങ്കിലും ലോകത്തിന്റെ സൃഷ്ടി ഒരിക്കലും ജഡപദാർത്ഥത്തിൽ നിന്നുണ്ടാകുന്നില്ല. ഹരേ കൃഷ്ണ. ഇവിടെ സാഖ്യ ഫിലോസഫിയിൽ ചില, അതായത് എല്ലാ കപിലമുനിയുടെ സാഖ്യ ഫിലോസഫി അല്ല, അല്ലാതെ വന്നിട്ടുള്ള സാഖ്യ ഫിലോസഫി, അതായത് അതിൽ പറയുന്നു നേരെ തിരിച്ച്, അതായത് ഭൗതികമായിട്ടുള്ള, അതായത് ഈ മൂലകങ്ങൾ എല്ലാം പ്രധാന എന്ന് പറയുന്നതാണ് ഈ സൃഷ്ടിയുടെ മൂലകാരണമെന്ന് പറയുന്നു. അപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ നമുക്കറിയാം, ജഡത്തിൽ നിന്ന് ഒരിക്കലും സൃഷ്ടി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ജീവനുണ്ടാവില്ല. അപ്പോൾ ആ ഒരു കാര്യം ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു. ജഡപദാർത്ഥത്തിൽ നിന്ന് ഒരിക്കലും ജീവനുണ്ടാവില്ല, ജീവനിൽ നിന്ന് മാത്രമേ ജീവനുണ്ടാവുള്ളൂ. നിജ സൃഷ്ടി ശക്തി പ്രഭു സഞ്ചാരേ പ്രധാനേ ഈശ്വരേ രസ് ശക്തിയെ തബേ ഹയേതാ നിർമാനേ. ഹരേ കൃഷ്ണ. നിജ സൃഷ്ടി ശക്തി പ്രഭു സഞ്ചാരേ പ്രധാനേ ഈശ്വരേര ശക്തി തബേ ഹയേത നിർമ്മാണേ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ഭഗവാൻ ജഡപദാർത്ഥങ്ങളിൽ സ്വന്തം സൃഷ്ടിശക്തി ആവാഹിക്കുന്നു, പിന്നീട് ഭഗവത് ശക്തിയാൽ സൃഷ്ടി പ്രക്രിയ നടക്കുന്നു. ഹരേ കൃഷ്ണ. ഭഗവാന്റെ ശക്തി ഭഗവാൻ മൂലകങ്ങളിൽ കൊടുക്കുന്നു, പിന്നെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് തന്നെ സൃഷ്ടികളും അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഈ ഭൗതിക ലോകവും സൃഷ്ടിക്കുന്നു അദ്ദേഹം. അദ്വൈത രൂപേകാരേ ശക്തി സഞ്ചാരണ അത ഏവ അദ്വൈത ഹയേന മുഖ്യ കാരണ. ഹരേ കൃഷ്ണ പ്രഭുജി. അദ്വൈത രൂപേകരേ ശക്തി സഞ്ചാരണ അത ഏവ അദ്വൈത ഹയേന മുഖ്യ കാരണ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. അദ്വൈതാചാര്യന്റെ രൂപത്തിൽ അവിടുന്ന് ജഡപദാർത്ഥങ്ങളിൽ സൃഷ്ടിശക്തി ആവാഹിക്കുന്നു, അതിനാൽ അദ്വൈതനാണ് സൃഷ്ടിയുടെ മൂലഹേതു. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നു അദ്വൈത ആണ് സൃഷ്ടിയുടെ മൂലഹേതു. കാര്യം ആ ഭൗതിക ശക്തിയിൽ ഭൗതിക പദാർത്ഥങ്ങളിൽ ശക്തി കൊടുക്കുന്നത് അദ്വൈത ആണെന്ന് പറയുന്നു. അപ്പോൾ അദ്വൈത എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് വിഷ്ണുവാണ്. വിഷ്ണു തന്നെയാണ് അദ്വൈത. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വിഷ്ണുവാണ് അല്ലെങ്കിൽ അദ്വൈതയാണ് മൂലകാരണം എന്നുള്ളതാണ് കൺക്ലൂഷൻ, ഇതിൻ്റെ ഒരു എസെൻസ്. അദ്വൈത ആചാര്യ കോട്ടി ബ്രഹ്മാണ്ടേര കർത്ത ആര ഏക മൂർത്തി ബ്രഹ്മാണ്ടേര ഭർത്ത. കൃഷ്ണ പ്രഭു. അദ്വൈത ആചാര്യ കോടി ബ്രഹ്മാണ്ടേര കർത്ത ആര ഏക മൂർത്തി ബ്രഹ്മാണ്ടേര ഭർത്ത. വിവർത്തനം ബൈ ശ്രീ വെങ്കടേ സഭ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീ അദ്വൈതാചാര്യൻ കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങളുടെ സൃഷ്ടാവാണ്. അവിടുന്ന് തന്റെ വിസ്തരണങ്ങളാൽ ഗർഭോദശായി വിഷ്ണു പോലുള്ള ഓരോ ബ്രഹ്മാണ്ടത്തെയും പരിപാലിക്കുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. അപ്പോൾ നോക്കൂ, ഇവിടെ നിന്നും ക്ലിയർ ആണ്, അദ്വൈതാചാര്യ മഹാവിഷ്ണുവിന്റെ അംശമാണ്, മഹാവിഷ്ണുവിന്റെ അവതാരമാണെന്ന് പറയുന്നത്, മഹാവിഷ്ണു ആണെന്ന് പറയുന്നത്. കാര്യം ബ്രഹ്മാണ്ടങ്ങൾ സൃഷ്ടിക്കുന്നത് മഹാവിഷ്ണുവാണ്. അപ്പോൾ ആ മഹാവിഷ്ണുവാണ് അദ്വൈതാചാര്യ. ആ അദ്വൈതാചാര്യയുടെ എക്സ്പാൻഷനാണ് ഗർഭോദക സായി വിഷ്ണു. അതായത് മഹാവിഷ്ണുവിൻ്റെ എക്സ്പാൻഷനാണ് ഗർഭോദക സായി വിഷ്ണു. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഒന്നും കൂടെ ഇതിനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മഹാവിഷ്ണു ഈസ് ഈക്വൽ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ. മഹാവിഷ്ണു ഈസ് ഈക്വൽ ടു ശ്രീ അദ്വൈത. അതാണ് ഇതിൻ്റെ കൺക്ലൂഷൻ. സെയ് നാരായണേര മുഖ്യ അംഗ അദ്വൈത അംഗശബ്ദേ അംശ കരെ കഹേ ഭാഗവത. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീല പ്രഭുപാദ് കി ജയ്. സെയ് നാരായണേര മുഖ്യ അംഗ അദ്വൈത അംഗ ശബ്ദേ അംശ കരി കഹേ ഭാഗവത. വിവർത്തനം ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്.
ശ്രീ അദ്വൈതനാണ് നാരായണന്റെ മുഖ്യ അംഗം. അംഗം എന്നതിനർത്ഥം സംഗ്രഹാംശം എന്നാണെന്ന് ശ്രീമദ് ഭാഗവതം പറയുന്നു. ഹരേ കൃഷ്ണ. ഗുരുജി. ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്കറിയാം ശ്രീമൻ നാരായണനിൽ നിന്ന് വിഷ്ണുമൂർത്തികൾ അല്ലെങ്കിൽ ശ്രീമൻ നാരായണൻ കഴിഞ്ഞിട്ടുള്ള നാരായണ എക്സ്പാൻഷൻസ് ആണ് പുരുഷാവതാരങ്ങൾ എന്നുള്ളത്. അപ്പോൾ പുരുഷാവതാരങ്ങളിൽ മഹാവിഷ്ണുവാണ് ശ്രീ അദ്വൈത. അപ്പോൾ ശ്രീമൻ നാരായണൻ്റെ അംഗമാണ്, പ്രധാനപ്പെട്ട ഒരു അംഗവിസ്തരണമാണ് ആര്? അദ്വൈത. ശ്രീമദ് ഭാഗവതം അതിനെക്കുറിച്ച് പറയുന്നു. അംഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിസ്തരണത്തെയാണ്, അംശാവതാരം അല്ലെങ്കിൽ അതിനെയാണ് പറയുന്ന അംഗ എന്ന്. നാരായണസ്ത്വം നഹി സർവദേഹിനാം ആത്മാസ്മി ആത്മാസി അതീശാഖിലോക സാക്ഷി നാരായണോംഗം നരഭൂജലായനാത് തച്ചാപി സത്യം ന തവൈവ മായ. ഹരേ കൃഷ്ണ. നാരായണസ്തം നഹി സർവദേഹിനാം ആത്മാ സ്വാധീശാഖില ലോകസാക്ഷി നാരായണോംഗം നരഭുജലായനാത് തച്ചാപി സത്യം ന തവൈവ മായ. വിവർത്തനം ശ്രീല പ്രഭാതിക്ക് ജയ. അല്ലയോ ദേവാദിദേവ, അങ്ങ് എല്ലാ സൃഷ്ടിയുടെയും സാക്ഷിയാണ്. അങ്ങ് തീർച്ചയായും എല്ലാവരുടെയും പരമപ്രിയനായ അന്തരാത്മാവാണ്. അപ്പോൾ അങ്ങ് എന്റെ പിതാവായ നാരായണൻ അല്ലേ? നാരായണൻ എന്നാൽ നരനിൽ ഗർഭോദയശായ വിഷ്ണു നിന്ന് ഉത്ഭവിച്ച ജലത്തിൽ അയനം കൊള്ളുന്നവൻ എന്നാകുന്നു. ആ നാരായണൻ അങ്ങയുടെ സമഗ്ര ഭാഗമാണ്. അങ്ങയുടെ സമഗ്ര അംശങ്ങളെല്ലാം തന്നെ അതീന്ദ്രിയമാണ്. ആ നിരപേക്ഷ പൂർണ്ണാംശങ്ങൾ മായയുടെ സൃഷ്ടികളല്ല. ഭാവാർത്ഥം. ഈ ശ്ലോകം ശ്രീമദ് ഭാഗവതത്തിൽ 10:14 നിന്നുള്ളതാണ്. ഹരേ കൃഷ്ണ പ്രഭുജി. ഇവിടെ പറയുന്നു ദശമസ്കന്ധത്തിലെ നമ്മുടെ ബ്രഹ്മാജി, ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥനയിൽ വരുന്നതാണ് ഇവിടെ പറയുന്നത്. അതായത് അങ്ങ് സൃഷ്ടിയെല്ലാം ചെയ്യുന്നത് അങ്ങാണ്. ഭഗവാൻ കൃഷ്ണനെ സ്തുതിക്കുകയാണ് ബ്രഹ്മാവ്. അങ്ങ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാണ്. അങ്ങൻ്റെ അച്ഛൻ നാരായണനാണ്. നാരായണൻ ആരാണ്? അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഗർഭോദകസായ വിഷ്ണു അല്ലേ? ഗർഭോദകസായ വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നാണ് ബ്രഹ്മാവ് വരുന്നത്. അപ്പോൾ ബ്രഹ്മാവ് പറയുന്നു അങ്ങ് നാരായണൻ തന്നെയാണ്. അതേപോലെ തന്നെ നാരായണൻ അങ്ങയുടെ അംശമാണ് എന്ന്. അപ്പോൾ കൃഷ്ണനോടാണ് പറയുന്നത് നാരായണൻ അങ്ങയുടെ അംശമാണ് എന്നുള്ളത്. അങ്ങാണ് എല്ലാത്തിൻ്റെയും തുടക്കം, അങ്ങാണ് സത്യം, പരമമായിട്ടുള്ള സത്യം. അതാണ് പറയുന്നത് അവസാനം പറയുന്നത് തച്ചാപ്പി സത്യം ന തവേവമായ. പരമമായിട്ടുള്ള സത്യം എന്ന് പറഞ്ഞാൽ അങ്ങാണ്. കൃഷ്ണനോട് പറയുന്നതാണ്, കൃഷ്ണനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിലും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ശ്രീനാരായണൻ കൃഷ്ണൻ്റെ അംശമാണ്, അംഗമാണ്, അല്ലെങ്കിൽ അംശാവതാരമാണ് എന്നുള്ളത് അംശവിസ്തരണമാണ് എന്നുള്ളത് ഇവിടെ ഒന്നും കൂടെ നമുക്ക് ഓർക്കാവുന്നതാണ്. അപ്പോൾ ബ്രഹ്മാവും അതിനെ സ്ഥിരീകരിക്കുന്നുണ്ട്, കൃഷ്ണനാണ് എല്ലാത്തിൻ്റെയും തുടക്കം എന്നുള്ളത്. ഈശ്വരേര അംഗ അംശ ചിദാനന്ദമയ മായാര സംബന്ധ നഹി ഏ ശ്ലോകേ കയ. ഹരേ കൃഷ്ണ പ്രഭു. ഈശ്വരേര അംഗ അംശ ചിദാനന്ദമയ മായാര സംബന്ധ നഹി ഏ ശ്ലോകേ കയ. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് സഭ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഭഗവാന്റെ അംഗങ്ങളും സമഗ്രാംശങ്ങളും എല്ലാം ആധ്യാത്മികമാണെന്ന് ഈ ശ്ലോകം വിവരിക്കുന്നു. അവർക്ക് മായാശക്തിയുമായി യാതൊരു ബന്ധവുമില്ല. ഹരേ കൃഷ്ണ. ഭഗവാന്റെ അംഗങ്ങളും സമഗ്രാംശങ്ങളും, അതായത് ഭഗവാന്റെ കൂടുതൽ വിസ്തരണങ്ങളാണ് പറയുന്നത്. അംഗം എന്ന് പറയുന്നതും അതൊരു വിസ്തരണമാണ്. സമഗ്ര അംശം എന്ന് പറയുന്നതും ഒരു വിസ്തരണമാണ്. അപ്പോൾ ഇതെല്ലാം ആധ്യാത്മിക ചിദാനന്ദമയ ആണെന്ന് പറയുന്നത്, അതായത് ആധ്യാത്മിക തലത്തിലുള്ളതാണ്. അപ്പോൾ ഭൗതികമായിട്ടുള്ള മായാര സംബന്ധ നഹി, അതായത് ഭൗതികമായിട്ടുള്ള ഒന്നുമായിട്ട് കണക്ഷൻ ഇല്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനും ഭഗവാന്റെ അംശാവതാരങ്ങളും ഭഗവാന്റെ വിസ്തരണങ്ങളും ഒക്കെ തന്നെ സ്പിരിച്വലാണ്, ചിദാനന്ദമയം.
ആധ്യാത്മിക തലത്തിലുള്ളതാണ്, അത് ഭൗതിക തലത്തിലുള്ളതല്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഭഗവാന്റെ വിഷ്ണു അവതാരങ്ങളും അതിൽ വരുന്നു. കാര്യം വിഷ്ണു അവതാരങ്ങൾ ഭൗതിക ലോകത്തിൻ്റെ മെയിൻ്റനൻസിന്, ക്രിയേഷനും മെയിൻ്റനൻസിനുമുള്ള വ്യക്തികളാണ് പുരുഷാവതാരങ്ങൾ. അവരും ആക്ച്വലി ഭഗവാന്റെ അംശ അവതാരങ്ങളൊക്കെയാണ്, അംശ വിസ്തരണങ്ങളാണ്. അപ്പോൾ ആ ഒരു വിസ്തരണവും നമ്മൾ ഒരിക്കലും ഭൗതിക ലോകത്തിലാണ് അവർ എന്നുള്ളത് കൊണ്ട് അവർ ചിദാനന്ദമയമല്ല എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. അവരും തീർച്ചയായിട്ടും സ്പിരിച്വലാണ്. കാര്യം ഭഗവാന്റെ അംശമാണ് അവരെല്ലാവരും. अंशना कहिए केना कहता रे अंगा अंश हईते अंग याते हाय अंतरंग. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അംശന കഹിയാഖേനെ കഹതന്റെ അംഗ അംശ ഹൈദേ ഹംഗ യാദേ ഹായ അന്തരംഗ. വിവർത്തനം എസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. എന്തുകൊണ്ടാണ് അദ്വൈതനെ അംശം എന്നല്ലാതെ അംഗം എന്ന് വിളിക്കുന്നത്? കാരണം അംഗം എന്നത് കൂടുതൽ അടുപ്പം സൂചിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പോൾ അംഗവും അംശവും തമ്മിലുള്ള വ്യത്യാസം പറയുന്നു. അദ്വൈതയെ അംഗം എന്നാണ് പറയുന്നത്, അംശം എന്നല്ല. കാര്യം അംഗം എന്ന് പറയുന്നത് ഒന്നും കൂടെ അതിൻ്റെ ഒരു ഹൈറാർക്കി നോക്കുമ്പോൾ, അതിൻ്റെ ഒരു ലെവൽ നോക്കുമ്പോൾ അംഗം എന്ന് പറയുന്ന വിസ്തരണം ഒന്നും കൂടെ മുകളിലാണ് അംശത്തെക്കാളും. അതാണ് മഹാവിഷ്ണുര അംശ അദ്വൈത ഗുണധാമ ഈശ്വരേര അഭേദ തേഹി അദ്വൈത പൂർണ്ണനാമ. ഹരേ കൃഷ്ണ. മഹാവിഷ്ണുര അംശ അദ്വൈത ഗുണധാമ ഈശ്വരേ അഭേദ തേനി അദ്വൈത പൂർണ്ണനാമ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. സദ്ഗുണ സംഭരണിയായ ശ്രീ അദ്വൈതൻ മഹാവിഷ്ണുവിന്റെ മുഖ്യ അംഗമാണ്. അവിടുത്തെ പൂർണ്ണനാമം അദ്വൈതൻ എന്നാണ്. എന്തെന്നാൽ അവിടുന്ന് എല്ലാ പ്രകാരത്തിലും ഈശ്വരനിൽ നിന്ന് അദ്വിതീയനാണ്. ഹരേ കൃഷ്ണ. ശ്രീ മഹാവിഷ്ണുവിൻ്റെ മുഖ്യ അംഗമാണ് ശ്രീ അദ്വൈത എന്നുള്ളതാണ് പറയുന്നത്. അദ്ദേഹം അദ്വൈത മഹാവിഷ്ണുവിൻ്റെ മുഖ്യ അംഗമാണ്. അപ്പോൾ ആ വിഷ്ണു പോലെ തന്നെയാണ് അദ്ദേഹം, വിഷ്ണുവായിട്ട് വ്യത്യാസമില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പൂർവേയായിച്ചേ കൈല സർവ വിശ്വേര സൃജന അവതാരി കൈല ഏബേ ഭക്തി പ്രവർത്തന. ഹരേ കൃഷ്ണ. പൂർവേയൈചേ കൈല സർവ വിശ്വര സൃജന അവതാരി കൈല ഏബേ ഭക്തി പ്രവർത്തന. വിവർത്തന ശ്രീല പ്രഭുപാദ് കി ജയ്. മുൻപ് അവിടുന്ന് സർവപ്രപഞ്ചങ്ങളെ സൃഷ്ടിച്ചതുപോലെ ഇപ്പോൾ അവിടുന്ന് ഭക്തിമാർഗം അവതരിപ്പിക്കുന്നതിനായി ആവിർഭവിച്ചു. ഹരേ കൃഷ്ണ. അപ്പോൾ പ്രപഞ്ചങ്ങളെല്ലാം സൃഷ്ടിക്കുന്നത്, ബ്രഹ്മാണ്ടങ്ങളൊക്കെ സൃഷ്ടിക്കുന്നത്, ഭൗതിക ലോകം സൃഷ്ടിക്കുന്നത് വിഷ്ണുവാണ്. ആ വിഷ്ണു തന്നെ, ആ മഹാവിഷ്ണു തന്നെ ഇവിടെ അവതരിച്ചിരിക്കുന്നു ശ്രീ അദ്വൈത ആചാര്യയായിട്ട്. എന്തിനാണ്? ഭക്തി പ്രവർത്തന, അതായത് ഭക്തിമാർഗം പ്രചരിപ്പിക്കുന്നതിനായി അദ്ദേഹം അവതരിച്ചിരിക്കുകയാണ്. ജീവനിസ്താരില കൃഷ്ണ ഭക്തി കരിദാന ഗീത ഭാഗവത്തെ കൈല ഭക്തിരവ്യാഖ്യാന. ഹരേ കൃഷ്ണ പ്രഭു. ജീവനിസ്താരില കൃഷ്ണ ഭക്തി കരിദാന ഗീത ഭാഗവതേ കൈല ഭക്തിരവ്യാഖ്യാന. വിവർത്തനം ഭാവാർത്ഥം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ജീവന്മാർക്കെല്ലാം കൃഷ്ണഭക്തി നൽകി അവിടുന്ന് അവരെ മോചിപ്പിച്ചു. അവിടുന്ന് ഭക്തിയുടെ വെളിച്ചത്തിൽ ഭഗവത്ഗീതയും ശ്രീമദ് ഭാഗവതവും വിവരിച്ചു. ഭാവാർത്ഥം: ശ്രീ അദ്വൈത പ്രഭു വിഷ്ണുവിന്റെ അവതാരമാണെങ്കിലും ബദ്ധാത്മാക്കളുടെ ക്ഷേമത്തിനു വേണ്ടി ഭഗവാന്റെ ഒരു സേവകനായി സ്വയം അവതരിക്കുകയും തന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു നിത്യസേവകനായി നിലകൊള്ളുകയും ചെയ്തു. അതുപോലെ ശ്രീ ചൈതന്യനും നിത്യാനന്ദനും സ്വയം വിഷ്ണു വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നെങ്കിലും അവരും ഇതേ തത്വം പ്രകടമാക്കി. ശ്രീ ചൈതന്യനും നിത്യാനന്ദനും അദ്വൈത പ്രഭുവും അവരുടെ സർവശക്തമായ വിഷ്ണു രൂപങ്ങളിൽ തന്നെ പ്രത്യക്ഷരായിരുന്നെങ്കിൽ ജനങ്ങൾ ഈ യുഗത്തിന്റെ വശീകരണത്തിൽ കീഴിൽ പൂർവാധികം തീവ്രതയോടെ അവ്യക്തിവാദികളും കേവലാദ്വൈതികളും അഹംഗ്രഹോപാസകരുമായി തീർന്നേനെ. അതുകൊണ്ട് ഭക്തിയുടെ അതീന്ദ്രിയ തലത്തെ എങ്ങനെയാണ് സമീപിക്കേണ്ടതെന്ന് ബദ്ധാത്മാക്കളെ ഉപദേശിക്കുന്നതിനായി പരമപുരുഷനായ ഭഗവാനും അവിടെ നിന്റെ രൂപങ്ങളും അവതാരങ്ങളും ഭക്തരൂപങ്ങൾ കൈക്കൊണ്ടു. അദ്വൈതാചാര്യൻ ബദ്ധാത്മാക്കളെ ഭക്തിയുത സേവനം
പഠിപ്പിക്കുന്നതിന് പ്രത്യേകം താല്പര്യപ്പെട്ടു. ആചാര്യൻ എന്ന വാക്കിന്റെ അർത്ഥം അധ്യാപകൻ എന്നാണ്. അത്തരം ഒരു അധ്യാപകന്റെ വിശേഷാൽ ധർമ്മം ജനങ്ങളെ കൃഷ്ണാവബോധമുള്ളവരാക്കുകയാണ്. അദ്വൈതാചാര്യന്റെ കാൽച്ചുവടുകൾ പിന്തുടരുന്ന സത്യസന്ധനായ ഒരു ആധ്യാത്മിക ഗുരുവിന് ലോകം മുഴുവൻ കൃഷ്ണാവബോധ തത്വങ്ങൾ പ്രചരിപ്പിക്കുകയല്ലാതെ മറ്റൊരു ഇടപാടുമില്ല. പരമോന്നതന്റെ ഒരു സേവകനായി സ്വയം അവതരിക്കുന്നതാണ് ഒരു ആചാര്യന്റെ യഥാർത്ഥ യോഗ്യത. അത്തരം ഒരു സത്യസന്ധനായ ആചാര്യനെ സ്വയം ഈശ്വരനായി അവതരിക്കുന്ന നിരീശ്വരവാദികളുടെ ആസുരീയ കർമ്മങ്ങളെ പിന്തുണയ്ക്കാൻ കഴിയില്ല. നിഷ്കളങ്കരായ ജനങ്ങളുടെ മുന്നിൽ ദൈവമായി ചമയുന്ന അത്തരം കപടവേഷധാരികളെ വെല്ലുവിളിക്കുക എന്നത് ഒരാചാര്യന്റെ മുഖ്യ കർത്തവ്യമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇപ്പോൾ ഇവിടെ പറയുന്നു ശ്രീ അദ്വൈതാചാര്യ അദ്ദേഹം മഹാവിഷ്ണുവാണ്. അദ്ദേഹം മഹാവിഷ്ണു ആയിട്ടുള്ള അദ്ദേഹം ഇവിടെ ചൈതന്യ ലീലയിൽ അദ്ദേഹം അവതരിച്ചിരിക്കുന്നു. അദ്ദേഹം ചെയ്യുന്ന കാര്യം എന്താണ്? കൃഷ്ണഭക്തി പ്രചാരണം ചെയ്യുന്നു. എല്ലാവർക്കും കൃഷ്ണഭക്തി കൊടുക്കുന്നു. ശ്രീ ഭഗവത്ഗീത, ഭാഗവതം ഇതെല്ലാം മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഭക്തിയുടെ പ്രാധാന്യം, ഭക്തിയാണ്, ഭക്തിയുത സേവനങ്ങളാണ് ശ്രീമദ് ഭഗവത്ഗീതയുടെയും ശ്രീമദ് ഭാഗവതത്തിൻ്റെയും പൊരുൾ അല്ലെങ്കിൽ എസെൻസ് എന്നുള്ളത് അദ്ദേഹം മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കാര്യം ഈ ഭഗവത്ഗീത, ഭാഗവതമൊക്കെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു. എല്ലാവരും ഇതെല്ലാം ഉണ്ടായിരുന്നു. ഭഗവാനും ഇതിനു മുമ്പ് അവതാരങ്ങളൊക്കെ എടുത്തു വന്നിട്ടുണ്ട്. അതാണ് ഭാവാർത്ഥത്തിൽ പറയുന്നത്. അദ്വൈതാചാര്യയും നിത്യാനന്ദപ്രഭുവും ചൈതന്യ മഹാപ്രഭുവും ഇവരെല്ലാവരും വിഷ്ണു തത്വങ്ങളാണ്. എന്നാൽ അവർ ഭഗവാൻ എന്നുള്ള ഭാവത്തിലല്ല ഇവിടെ അവതരിച്ചിട്ടുള്ളത്. കാര്യം കലിയുഗത്തിൽ അങ്ങനെ അവതരിച്ചിട്ട് കാര്യമില്ല. കാര്യം അങ്ങനെ ഇതിനു മുമ്പും അവതരിച്ചിട്ടുണ്ട് ഭഗവാൻ പല രൂപത്തിൽ. പക്ഷേ എന്നിട്ടും ഈ പറയുന്ന മായാവാദികളും മറ്റുള്ള ആളുകളൊക്കെ, നിരാകാരവാദികളും, അവരൊക്കെ അവരുടേതായിട്ടുള്ള ഊഹാഭോഗങ്ങൾ നടത്തി കാര്യങ്ങൾ മുന്നോട്ട് പോകുമായിരുന്നു. അപ്പോൾ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു വ്യത്യാസവും കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ വിഷ്ണു തത്വങ്ങളായിട്ടുള്ള ചൈതന്യ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭു, അദ്വൈതാചാര്യ ഇവരൊക്കെ ഒരു ഭക്തന്റെ ഭാവത്തിൽ, ഭക്തരൂപത്തിൽ വരുവാണ് ചെയ്യുന്നത്. പ്രചരണം ചെയ്യാൻ വേണ്ടി ഭക്തരൂപത്തിൽ പ്രചരണം ചെയ്യുന്നു. മാത്രമല്ല ഇതെങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത്, എങ്ങനെയാണിത് ആചരിക്കേണ്ടത് എന്നും കൂടെ അവർ കാണിച്ചു കൊടുക്കുന്നു. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കാര്യം ഭഗവാൻ വരുമ്പോൾ ഭഗവാന്റെ രൂപത്തിൽ വരുവാണെങ്കിൽ, ഭഗവാൻ അങ്ങനെ തന്നെ അവതരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഭക്തൻ എങ്ങനെ ചെയ്യും എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു സിറ്റുവേഷനിൽ സാധിക്കില്ല. എന്നാലൊരു ഭക്തരുടെ ഇടയിൽ ഇറങ്ങി വരുമ്പോൾ, ഭക്തനായിട്ട് വരുന്ന സമയത്ത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാം. അതായത് ഒരു ടീച്ചറിനെ പോലെ, ആചാര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്, ടീച്ചറാണ്. മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അവനവൻ്റെ ആചരണത്തിലൂടെ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നവരാണ് ആചാര്യൻ. നമ്മുടെ ആചരണത്തിലൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അതായത് തിയറി മാത്രം പറയുമല്ല, പ്രാക്ടിക്കലി അത് ചെയ്തുകൊണ്ട് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ അദ്വൈതാചാര്യയും ശ്രീ നിത്യാനന്ദ പ്രഭുവും ചൈതന്യ മഹാപ്രഭുവും അങ്ങനെയാണ് ചെയ്തത്. അവരുടെ പ്രചരണം മുഴുവനും അങ്ങനെയായിരുന്നു. അവർ വെറുതെ മൈക്കിലൂടെ വിളിച്ച് പറയുക മാത്രമല്ല, അവരത് ആചരിക്കുന്നുണ്ടായിരുന്നു. ആചരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് കൃഷ്ണാവബോധം പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇതാണ് ഒരു ആചാര്യൻ ചെയ്യേണ്ടത്. അപ്പോൾ അദ്വൈതാചാര്യ അതിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുന്നതിനായി മഹാവിഷ്ണു താഴോട്ട് വന്നു ഭക്തരൂപത്തിൽ. അതാണ് അദ്ദേഹമാണ് അദ്വൈതാചാര്യ. ഭക്തി ഉപദേശ വിനു താര നഹി കാര്യ അത ഏവ നാമ നൈല അദ്വൈത ആചാര്യ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭക്തി ഉപദേശ വിനു താര നഹി കാര്യ അത ഏവ നാമ ഹൈല അദ്വൈത ആചാര്യ. വിവർത്തനം എസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് ജയ്. അവിടുന്ന് ഭക്തിയുടെ സേവനം പഠിപ്പിക്കുകയല്ലാതെ മറ്റൊരു കർത്തവ്യവുമില്ലാത്തതിനാൽ അവിടുന്നിന്റെ പേര് അദ്വൈതാചാര്യൻ എന്നാണ്. ഹരേ കൃഷ്ണ പ്രഭുജി. ഭക്തിയുത സേവനങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം, വേറെ ഒന്നുമില്ല. അദ്വൈതാചാര്യ ആവട്ടെ, മഹാപ്രഭു ആവട്ടെ, ശ്രീ നിത്യാനന്ദ പ്രഭു ആവട്ടെ, അവരുടെ ഒരേ ഒരു ഉദ്ദേശം ഭക്തിയുത സേവനങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുക, ആചരിക്കുക, മറ്റുള്ളവർക്ക് പഠിപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്വൈത പ്രഭുവിനെ അദ്വൈത ആചാര്യ എന്ന് വിളിക്കുന്നത്. കാര്യം അതിൽ വെച്ച് അദ്വൈതാചാര്യ വളരെ പ്രധാനപ്പെട്ട റോൾ എടുത്തിട്ടുണ്ട്, ആചാര്യൻ്റെ റോൾ എടുത്തിട്ടുണ്ട്. മറ്റുള്ളവരെ പഠിപ്പിച്ചു, ഭക്തിയുത സേവനങ്ങൾ
ഒരുപാട് പേർക്ക് ദീക്ഷാഗുരു ആവുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രീ അദ്വൈതാചാര്യ ചെയ്യുന്നുണ്ട്. അദ്ദേഹമാണ് ആചാര്യൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആചാര്യ എന്ന് വിളിക്കുന്നത്. വൈഷ്ണവേര ഗുരു തേഹോ ജഗതേര ആര്യ ദുയി നാമ മീലനെ ഹൈല അദ്വൈത ആചാര്യ. ഹരേ കൃഷ്ണ. വൈഷ്ണവേര ഗുരു തേൻഹോ ജഗതേര ആര്യ ദ്വയി നാമ മിലനെ ഹൈല അദ്വൈത ആചാര്യ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. അവിടുന്ന് എല്ലാ ഭക്തന്മാരുടെയും ആധ്യാത്മിക ഗുരുവും ജഗത്തിലെ ഏറ്റവും ആദരണീയനായ വ്യക്തിയുമാണ്. ഈ രണ്ട് നാമങ്ങളുടെ സംയോജനത്താൽ അവിടുത്തെ നാമം അദ്വൈതാചാര്യൻ എന്നായി. ഭാവാർത്ഥം: ശ്രീ അദ്വൈതാചാര്യൻ എല്ലാ വൈഷ്ണവരുടെയും മുഖ്യ ആധ്യാത്മിക ഗുരുവാണ്. വൈഷ്ണവരാൽ ആരാധനാർഹനുമാണ്. വൈഷ്ണവർ നിശ്ചയമായും അദ്വൈതാചാര്യന്റെ കാലടികൾ പിന്തുടരണം. അപ്രകാരം ഒരുവന് വാസ്തവത്തിൽ ഭക്തിയുത സേവനത്തിൽ മുഴുകാൻ കഴിയും. ഹരേഷ്ണ പ്രഭുജി. അദ്വൈതാചാര്യ അദ്ദേഹത്തിന് ആ പേര് ലഭിക്കുന്നത്, അതായത് അദ്ദേഹം ആധ്യാത്മിക എല്ലാ ഭക്തരുടെയും ആധ്യാത്മിക ഗുരുവിനെ പോലെ അദ്ദേഹം ആചാര്യൻ, ആചാര്യൻ്റെ റോൾ എടുക്കുന്നു. അതേപോലെ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. കാര്യം അദ്ദേഹം ഭഗവാന്റെ അംശമാണ്, ഭഗവാന്റെ അവതാരമാണ്. അതുകൊണ്ട് എല്ലാ വൈഷ്ണവരും അദ്ദേഹത്തെ അതുകൊണ്ട് ആദരിച്ചിരുന്നു, അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നു. ആധ്യാത്മിക ഗുരുവിനെ പോലെയാണ് കണ്ടിരുന്നത്. ഈവൻ ചൈതന്യ മഹാപ്രഭുവും പോലെ, ചൈതന്യ മഹാപ്രഭുവും അദ്വൈതാചാര്യയെ വളരെ വളരെ ബഹുമാനത്തോടു കൂടിയിട്ടായിരുന്നു. ഒരു ആധ്യാത്മിക ഗുരുവിനെ കാണുന്ന പോലെ തന്നെയാണ് അദ്ദേഹം കണ്ടിരുന്നത്. കാര്യം ശ്രീപാദ് മാധവേന്ദ്രപുരിയുടെ ശിഷ്യനാണ് ശ്രീ അദ്വൈത ആചാര്യ. ഈശ്വരപുരി മഹാരാജും ശ്രീപാദ് മാധവേന്ദ്രപുരിയുടെ ശിഷ്യനാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഗുരുബായാണ് ആരുടെ? അദ്വൈതാചാര്യയും ഈശ്വരപുരിയും. മഹാപ്രഭു സ്വന്തം ഗുരുവിനെ കാണുന്ന പോലെ തന്നെയാണ് അദ്വൈതാചാര്യയെ കണ്ടിരുന്നത്. ചൈതന്യ മഹാപ്രഭു അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും അദ്ദേഹം ഗുരുസ്ഥാനത്ത് തന്നെയായിരുന്നു. കമലനയനേ രാതേ ഹോ യാതേ അംഗ അംശ കമലാക്ഷ കരിധരേ നാമ ആവതാംശ. ഹരേ കൃഷ്ണ. കമലനയനരതേൻഹോ യാതേ അംഗ അംശ കമലാക്ഷ കരിധരേ നാമ അവതംശ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. അവിടുന്ന് കമലനയനായ ഭഗവാന്റെ അംഗം അല്ലെങ്കിൽ അംശമായതിനാൽ കമലാക്ഷൻ എന്ന നാമം ധരിച്ചിരിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഭഗവാന്റെ അംശമായതുകൊണ്ട്, ഭഗവാന്റെ അംഗമായതുകൊണ്ട് അദ്ദേഹത്തെ, അതായത് എങ്ങനെയുള്ള ഭഗവാനാണ്? കമല നയനം, കമല നയനമാണ് ഭഗവാനുള്ളത്. അപ്പോൾ ആ കമല നയനത്തോടുകൂടിയുള്ള ഭഗവാന്റെ അംഗമെന്ന് പറയുമ്പോൾ അതുകൊണ്ട് വേറൊരു പേരും കൂടെ ഉണ്ട്, കമലാക്ഷ എന്നുള്ളൊരു പേരും കൂടെ ഉണ്ട് എന്ന് ഇവിടെ പറയുന്നു. ഈശ്വര സാരൂപ്യപായ പാരിഷാദഗണ ചതുർഭുജ പീതാവാസ യായ്ചേ നാരായണ. ഹരേ കൃഷ്ണ പ്രഭു. ഈശ്വര സാരൂപ്യപായ പാരിഷദഗണ ചതുർഭുജ പീതവാസ ഐച്ചേ നാരായണ. വിവർത്തനം ബൈ ശ്രീ വെൻഗ്രേ സഭ ചരണാരവിന്ദ് ഭക്തി വേദാന്ത സ്വാമി. ശ്രീല പ്രഭുപാദ് കി ജയ്. ഭഗവാന്റെ പാർഷദന്മാർക്ക് അവിടുത്തേതുപോലെ തന്നെ ശാരീരിക സവിശേഷതകളുണ്ട്. നാരായണനെ പോലെ ചതുർബാഹുക്കളായ അവരെല്ലാം പീതാംബരധാരികളാണ്. ഹരേ കൃഷ്ണ. സ്വാരൂപ്യ ഈശ്വര സാരൂപ്യമുള്ള ആളുകൾ, അതായത് ഭഗവാനെ പോലെ അതേ രൂപത്തിലുള്ളവരുണ്ട്. 4, അതായത് ചതുർഭുജ രൂപവും അതേപോലെ പീതാംബര വസ്ത്രമൊക്കെ ധരിച്ച് ഭഗവാന്റെ കുറേ അസോസിയേറ്റ്സ്, ഈവൻ നമുക്കറിയാം ജയവിജയന്മാർ പോലും അവർക്കും ഭഗവാന്റെ രൂപമായിരുന്നു. അതായത് അവരും ചതുർഭുജരും അതേപോലെ തന്നെ പീതാംബര വസ്ത്രമൊക്കെ ആയിരുന്നു. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അദ്വൈത ആചാര്യ ഈശ്വരേര അംശവർയ താരതത്വ നാമ ഗുണ സകലി ആശ്ചര്യ. ഹരേ കൃഷ്ണ. അദ്വൈത ആചാര്യ ഈശ്വരേര അംശവർയ താര തത്വനാമ ഗുണ സകലി ആചാര്യ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീ അദ്വൈതാചാര്യൻ ഭഗവാന്റെ മുഖ്യ അംഗമാണ്. അവിടുത്തെ തത്വങ്ങൾ, നാമങ്ങൾ, ഗുണവിശേഷങ്ങൾ എന്നിവയെല്ലാം ആശ്ചര്യകരമാണ്. ഹരേ കൃഷ്ണ.
അപ്പോൾ ഭഗവാന്റെ മുഖ്യാംഗമാണ്. അദ്ദേഹത്തിൻ്റെ നാമവും രൂപവും അദ്ദേഹത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറയുന്നു അദ്വൈതാചാര്യയെക്കുറിച്ച്. 34-ാമത്തെ ശ്ലോകം. യാഹാര തുളസി ജലെ യാഹാര ഹുങ്കാരെ സ്വഗണ സഹിതേ ചൈതന്യേര അവതാരേ. ഹരേ കൃഷ്ണ. യൻഹര തുളസി ജലെ യൻഹര ഹുങ്കാരെ സ്വഗണ സഹിതേ ചൈതന്യര അവതാരെ. വിവർത്തന ശ്രീല പ്രഭാതിക്ക്. അവിടുന്ന് തുളസി ദളങ്ങളാലും ഗംഗാജലത്താലും കൃഷ്ണനെ ആരാധിക്കുകയും വളരെ ഉച്ചത്തിൽ അവിടത്തെ വിളിക്കുകയും ചെയ്തു. അപ്രകാരം ചൈതന്യ മഹാപ്രഭു തന്റെ സഹചരന്മാരോടൊപ്പം ഭൂമിയിൽ അവതരിച്ചു. ഹരേ കൃഷ്ണ. തുളസീദള മാത്രേണ ജലസ്യ ചുലുകേനവ വിക്രീണിതേ സ്വ ആത്മാനം ഭക്തേഭ്യോ ഭക്തവത്സല. സോ അദ്വൈതാചാര്യ തുളസീദളവും അതേപോലെ തന്നെ ഗംഗാജലവും ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ ശാലിഗ്രാം ശിലയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഉറക്കെ ഹുങ്കാരം എന്ന് പറയുന്നത് ഭഗവാനെ വിളിക്കുമായിരുന്നു, വിളിച്ച് ഇറക്കുമായിരുന്നു. വന്നേ പറ്റൂ, അങ്ങ് വരണം, അങ്ങ് അവതരിക്കണം, ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് അദ്ദേഹം വിളിച്ച് അദ്ദേഹം വരുന്നു. ചൈതന്യ മഹാപ്രഭു അങ്ങനെയാണ് ഇവിടെ അവതരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതായത് അദ്വൈതാചാര്യരുടെ ആ ഹുങ്കാരം വളരെ ശക്തി ഉണ്ടായിരുന്നു. അങ്ങനെ മഹാപ്രഭുവിൻ്റെ മറ്റുള്ള പാർഷദരും മഹാപ്രഭുവിൻ്റെ മറ്റുള്ള പാർഷദരും കൂടെ സഹിതം അവരെല്ലാവരും കൂടെ വരുന്നു. യാരദ്വാര 35 അവസാനത്തെ ശ്ലോകം. എന്ന് യാരദ്വാര കൈല പ്രഭു കീർത്തന പ്രചാര യാരദ്വാര കൈല പ്രഭു ജഗത് നിസ്താര. ഹരേ കൃഷ്ണ. യാൻദ്വാര കൈല പ്രഭു കീർത്തന പ്രചാര യാൻദ്വാര കൈല പ്രഭു ജഗത് നിസ്താര. വിവർത്തനം ശ്രീല പ്രഭുപാദ കീ ജയ്. അവിടുന്ന് അദ്വൈതാചാര്യൻ മുഖാന്തിരം ആണ് ചൈതന്യ മഹാപ്രഭു സങ്കീർത്തന പ്രസ്ഥാനത്തെ പ്രചരിപ്പിച്ചത്. അവിടുന്ന് മുഖാന്തിരമാണ് ചൈതന്യ മഹാപ്രഭു ഈ ലോകത്തിന് മോചനം നൽകിയത്. ഹരേ കൃഷ്ണ. പ്രഭുജി. മഹാപ്രഭു സങ്കീർത്തന ആന്തോളനം പ്രചരിപ്പിക്കുന്നത് ശ്രീ അദ്വൈതാചാര്യയിലൂടെ. അതായത് അദ്വൈതാചാര്യ അതിലും വളരെ മുഖ്യമായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഈ ലോകത്തിലെ എല്ലാവരെയും അദ്ദേഹം മുക്തരാക്കുന്നു. അവരെ ജഗത് നിസ്താര, അവരെല്ലാവരും മുക്തരാക്കുന്നു സങ്കീർത്തനത്തിലൂടെ. അതായത് ഹരേ കൃഷ്ണ മഹാമന്ത്രം പ്രചരിപ്പിക്കുന്നു ചൈതന്യ മഹാപ്രഭു. അപ്പോൾ അതിനെ സഹായിക്കുന്നു അദ്വൈതാചാര്യയും മറ്റുള്ള പാർഷദരെല്ലാവരും സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അദ്വൈതാചാര്യ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 35-ാമത്തെ ശ്ലോകം വരെ നോക്കി. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു. ശ്രീ ചൈതന്യ ചരിതാമൃത കി ജായ്, ശ്രീല പ്രഭുപാദ് കി ജായ്, ശ്രീല कृष्णदास कविराज गोस्वामी की जाए, श्रीला गुरुदेव की जाए, शचीनंदन श्री गौर हरि की जाए, श्री नित्यानंद राम की जाए, ताय गौर प्रेमानंदे. थैंक यू.